Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നിഫ്റ്റി തന്നെ എന്താണ് നമ്മൾക്ക് കഴിഞ്ഞ ദിവസം തന്ന ട്രേഡിംഗ് ചാൻസുകൾ, നമ്മളുടെ ലെവലുകൾ എങ്ങനെ ഗുണപ്പെട്ടു എന്ന് നമുക്ക് പരിശോധിക്കാം. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന ആദ്യമായി ലഭിക്കേണ്ടുന്ന റെസിസ്റ്റൻസ് സോണ് 22,687 ആയിരുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നതെങ്കിൽ മാത്രം. എന്നാൽ നിഫ്റ്റി ഓപ്പൺ ആയത് തന്നെ അതിന് മുകളിലായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് ഇവിടുന്ന് ഒരു സെല്ലിംഗ് വന്ന് ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്തത്. എന്നാൽ ആദ്യത്തെ 5 മിനിറ്റ്, 3 മിനിറ്റ്, 1 മിനിറ്റ് ക്യാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ ഇവിടുന്ന് ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് തന്നത്. അപ്പോൾ ഇവിടെ നിന്നും ജോയിൻ ചെയ്ത് ഇത് ഹൈ ചേരാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. ഈ ഏരിയയിലോട്ട് ഒരു ട്രേഡ് എടുക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇവിടെ നിന്ന് വീണ്ടും വന്ന ഈ ഏരിയയിൽ നിന്നും വീണ്ടും സെല്ലിംഗ് എന്ന് തന്നെ തരുമ്പോൾ ഡേയ്സ് ഹൈ കൊടുത്ത് വീണ്ടും അതുവരെ രേഖപ്പെടുത്തിയ ലോയിലോട്ട് തന്നെ, അതായത് ഇവിടെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് സോണിലോട്ട് കൃത്യമായി വന്നിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും അത്ര വ്യക്തമായി ചാനലിൽ ട്രേഡിന് കൊടുക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. എന്നാൽ അതിന് തലേ ദിവസം ചാനലിൽ പോസ്റ്റ് ചെയ്ത് ഈ ഒരു ലെവൽ വീണ്ടും ഒരു സെല്ലിംഗ് ആണോ എന്ന് പരിശോധിക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് കയറി നമ്മുടെ ബ്രേക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചത് റീലായും ഒരു പ്രൈസ് റിവേഴ്സൽ ആണ് എങ്കിൽ ഇത് കൃത്യമായും ഇവിടെ തന്നെയാണ് ഓപ്പൺ ആവേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ഏരിയയിൽ എത്തുമ്പോൾ തന്നെ ഒരു ബൈങ്ങിന് ശ്രമിച്ചവർക്കും തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് ബൈ ചെയ്യാൻ കഴിയുമായിരുന്നു. എന്നാൽ ആ സ്റ്റോപ്പ് ലോസ് വളരെ കൃത്യമായി നിലകൊണ്ടിട്ടുണ്ട്. എന്നാൽ ബുധനാഴ്ച ഒരു വീക്ക്ലി ക്ലോസിംഗ് ഡേ ആയതുകൊണ്ട് പ്രീമിയം മെൽറ്റിങ് സാമാന്യം നല്ല രീതിയിൽ ബാധിക്കും. എങ്കിലും ഇവിടെ നിന്നും ട്രേഡ് എടുത്ത് ചെറിയ ചെറിയ പ്രോഫിറ്റുകളിൽ ഇറങ്ങാൻ കഴിഞ്ഞവർക്ക് വളരെ വ്യക്തമായി അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാനത് ചാനലിൽ അങ്ങനെ തന്നെ ഒരു സജഷൻ കൊടുത്തിരുന്നു. അത് കൃത്യമായും ചാനലിൽ അത് എൻ്റെ മെസ്സേജുകൾ ശ്രദ്ധിക്കുന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ഏതാണ്ട് 1.25 ഒരു ഹീറോ സീറോ കോൾ ഓപ്ഷൻ ഞാൻ കൊടുത്തിരുന്നു. അത് 2 പ്രാവശ്യം അതിന് നല്ല മാന്യമായ രീതിയിലുള്ള ഒരു ടാർഗറ്റ് തകരത്തക്ക രീതിയിൽ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് അവസരങ്ങൾ. എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തമായി നല്ല ട്രേഡുകൾ ചെറിയ ടാർഗറ്റുകളിൽ എടുത്ത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും എൻ്റെ സന്ദേശങ്ങൾ വാട്സപ്പ് ചാനലിൽ കണ്ടുകൊണ്ടിരുന്നവർക്കും പോസിറ്റീവ് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായിരുന്നാലും ബുധനാഴ്ച തന്ന ട്രേഡിംഗ് ലെവലുകൾ അല്ലെങ്കിൽ പ്രൈസ് ലെവലുകൾ അനുസരിച്ച് നെക്സ്റ്റ് ഡേ നാളെ എന്താണ് നമ്മൾക്ക് ലഭിക്കാൻ പോകുന്ന ട്രേഡിംഗ് അവസരങ്ങൾ എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. നാളെ വെള്ളിയാഴ്ച ലഭിച്ചേക്കാം എന്ന് കരുതുന്ന ആദ്യത്തെ റെസിസ്റ്റന്റ് സോണായിട്ട് ഞാൻ കരുതിയിട്ടുള്ളത് 22,776 എന്ന പുതിയ ഹൈ തന്നെയാണ്. കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ആൾ ടൈം ഹൈ തന്നെയാണ്. അതിന് താഴെ ഈ ഏരിയ 22,708 എന്ന ലെവലാണ് ആദ്യമായി ലഭിച്ചേക്കാവുന്ന സപ്പോർട്ട് സോണായും ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ ഡേയ്സ് ലോ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെ ക്ലോസ് ആവുകയാണ് എങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെങ്കിൽ വീണ്ടും കോൾ ഓപ്ഷൻ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഡേയ്സ് ലോയാണ് സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കേണ്ടത്. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ വീണ്ടും ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം അപ്വേർഡ് ഡയറക്ഷൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകൾ 22,799, 22,811, 827, 861 എന്ന ലെവലുകളാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ ഡേയ്സ് ഹൈ ഓർ ബി ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റ് എന്ന് പ്രതീക്ഷിക്കുന്നത് ആദ്യം ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെയായി വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ ആയിരിക്കാം നിഫ്റ്റി നെക്സ്റ്റ് നാളത്തെ ദിവസം എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് പ്രധാന സപ്പോർട്ട് വീണ്ടും ലഭിച്ചേക്കാവുന്ന പ്രധാന സപ്പോർട്ട് ഈ ലെവലാണ്. ഇത് ബ്രേക്ക് ചെയ്യുന്ന പക്ഷം വീണ്ടും ഡൗൺവേർഡ് 22,569, 529 എന്നീ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റി എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ ദിവസം നമ്മളുടെ ലെവലുകൾ വ്യക്തമായി തന്നെ
നമ്മൾക്ക് ട്രേഡബിളായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രധാന സപ്പോർട്ട് സോണായി ഞാൻ രേഖപ്പെടുത്തുന്നത് 48,853 എന്ന ലെവലാണ്. അതുപോലെ തന്നെ അതുവരെ രേഖപ്പെടുത്തിയ എവർ ടൈം ഹൈ 49,060 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിച്ചേക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി കണക്കാക്കുന്നത്. എന്നാൽ ഈ ഏരിയയിൽ ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം അപ്പോൾ ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ടുന്ന ആദ്യത്തെ ടാർഗറ്റ് ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് എങ്കിൽ ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 അവർ ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നുവെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ വീണ്ടും 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാമെന്നും ലഭിക്കാവുന്ന ടാർഗറ്റുകൾ 49,198, 49,250, 364 എന്നീ ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അങ്ങനെ ഒരു സൂചനയാണ് നമുക്ക് നൽകുന്നതെങ്കിൽ ഡേയ്സ് ഹൈ ഓർ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടാക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നുവെങ്കിൽ PE ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട പിന്നീടുള്ള ടാർഗറ്റുകൾ 48,806, 48,713, 48,563 എന്നീ ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇതെല്ലാം വളരെ സ്ട്രോങ് ആയ സപ്പോർട്ടാണ്. ഈ ഏരിയയിൽ നിന്നെല്ലാം ഒരു 48,630, 680 ഏരിയയിൽ നിന്നെല്ലാം പ്രൈസിന് വളരെ ഫുള്ളായി അപ്വേർഡ് ഡയറക്ഷനോട്ട് മടങ്ങി പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഏരിയയിലോട്ടൊക്കെ എത്തുമ്പോൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് കൃത്യമായി നമ്മുടെ ലാഭം കവർ ചെയ്ത് പിടിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പാർഷ്യലി പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സെൻസെക്സ് എന്താണ് നമുക്ക് വരുന്ന ലെവലിൽ നിന്ന് നോക്കാം. സെൻസെക്സ് 75,126 എന്ന ലെവൽ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ ആൾ ടൈം ഹൈ ആണ് ഞാൻ ആദ്യത്തെ റെസിസ്റ്റന്റ് സോണായി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 74,905 എന്ന ലെവലാണ് ആദ്യത്തെ സപ്പോർട്ട് സോണായി കണക്കാക്കുന്നത്. അപ്പോൾ സെൻസെക്സ് ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷനിലോട്ട് ട്രേഡ് ചെയ്യുക. അത് അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഇതുവരെ രേഖപ്പെടുത്തിയ എവർ ടൈം ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എങ്കിൽ ഒരു കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ലഭിക്കേണ്ട ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഹൈ തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ വീണ്ടും ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്യാൻ സാധ്യത എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 75,164, 264, 311, 75,442 എന്നീ ലെവലുകളാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ ഡേയ്സ് ഹൈ ഓർ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ആദ്യമായി ലഭിക്കേണ്ട ടാർഗറ്റ് ഈ ലെവലിന് താഴെ 74,900 എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും പ്രൈസ് അപ്പ് മൂവ് ചെയ്ത് ഡേയ്സ് ഹൈ നിലനിർത്തുകയാണെങ്കിൽ എന്നിട്ട് അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ വരുന്നുവെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യാം. ലഭിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ് എങ്കിലും അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ വീണ്ടും ഡൗൺവേർഡ് ഡയറക്ഷനിൽ പ്രൈസ് മൂവ് ചെയ്തേക്കാമെന്ന് കണക്കാക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 74,704, 74,601 എന്ന ലെവലുകൾ. 74,700 ലെവലുകളിലും പ്രൈസിന് സപ്പോർട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഏരിയയിലെല്ലാം എത്തുമ്പോൾ പ്രോഫിറ്റ് ട്രെയിൽ ചെയ്ത് ക്ലോസ് ചെയ്ത് പിടിക്കേണ്ടതാണ്, അല്ലെങ്കിൽ പാർഷ്യലി ബുക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് 3 ഇൻഡെക്സുകളും തരാവുന്ന ലെവലുകൾ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ രേഖപ്പെടുത്തുക. അഭിപ്രായ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ചാനലിലൂടെ വാട്സപ്പ് ചാനലിലൂടെ അവയ്ക്കുള്ള മറുപടി തരാൻ പരിശ്രമിക്കുന്നതാണ്. മറ്റൊരാൾക്കും കൂടെ ഗുണകരമാകത്തക്ക രീതിയിൽ ഇത് മറ്റൊരാളിലോട്ടും ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസവും ഒരു നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകട്ടെ എന്ന ആശംസയുണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.